ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ പെണ്ണ് കൊണ്ടുള്ള പെണ്ണ് തന്നെ അതൊരു ഭംഗിയാക്കി എടുക്കുകയാണ്. നല്ലൊരു ഭംഗിയുള്ള പെണ്ണെടുക്കുകയാണ്. ഇങ്ങനത്തെ സാധാരണ പെണ്ണൊക്കെ ഉണ്ടാവില്ല. സാധാരണ പെണ്ണ് ഇങ്ങനത്തെ പെണ്ണിൻ്റെ ബേക്ക് ഭാഗം ഉണ്ടല്ലോ, ഈ സാധനം ഊരി എടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഊരിയെടുത്തിട്ടുണ്ട്. ഞാൻ എങ്ങനെയൊക്കെയോ ഊരിയെടുത്താണ് കൈകൊണ്ട്. അങ്ങനെ ഊരിയെടുത്ത ഭാഗം മഷിയുള്ള പെണ്ണ് നോക്കി എടുക്കണേ. ലാസ്റ്റ് ഉപയോഗമില്ലാണ്ടാറുന്നുണ്ട്. ഞാൻ മഷിയുള്ള പെണ്ണിനാണ് എടുത്തിട്ടില്ല. കൈ ഫുള്ളും മഷിയാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇങ്ങനത്തെ പെണ്ണാണ് എടുക്കാവുന്നത്. ഇങ്ങനത്തെ തന്നെയെന്നല്ല, ഇങ്ങനത്തെ മഷി ഇങ്ങനെയുള്ള പെണ്ണ് മാത്രം എടുക്കുക. മഷിയുടെ അച്ചുള്ള പെണ്ണ് മാത്രം എടുക്കുക. എന്നിട്ട് നമ്മളെടുത്ത് വേണ്ടത് മെയിനായിട്ട് വേണ്ട സാധനമാണ് ഗ്ലിറ്റർ പേപ്പർ. ഇതുണ്ടെങ്കിലേ നിങ്ങളിത് ഉണ്ടാക്കണ്ടു, അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വേണം നമുക്ക് കളർ പേപ്പർ ഉണ്ടല്ലോ, അതും കൂടിയാണ്. പക്ഷെ അതാകുമ്പോൾ വെള്ളത്തിലോടുള്ള കൈയാകുമ്പോൾ ഫുള്ള് കയറി പോകും. പക്ഷെ ഗ്ലിറ്റർ പേപ്പർ അങ്ങനെ ആവുന്നില്ല. അതുകൊണ്ടാണ് ഗ്ലിറ്റർ പേപ്പർ എടുക്കുമെന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ മേലെ ഭാഗത്ത് വെച്ച് ഈ പെണ്ണിങ്ങനെ വെച്ച് അളവ് വരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ പെണ്ണിൻ്റെ അളവിനായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. അളവിലൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മൾ ഈ മോന ഉണ്ടല്ലോ, എഴുതണ മോന, അത് എന്തായാലും ആവുന്നിടത്തോളം മുന്നോട്ട് വെക്കുക. അത് നമ്മൾ പേപ്പർ ചുറ്റും മോണ ഫുള്ളുമായിട്ട് പൊതിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നമ്മൾ ഞാൻ ചെറിയ വര വന്നിട്ടുണ്ട്. എന്നിട്ടെന്നാൽ അതിങ്ങനെ നമ്മൾ നോക്കണേ ലാസ്റ്റ് ഈ അളവ് ശരിയാണോ. അപ്പോൾ അളവ് ശരി തന്നെയാണ്. അതെ, അളവ് ശരി തന്നെയാണ് കേട്ടോ. എന്നിട്ട് പിന്നെന്താ നമ്മൾ ചെയ്യേണ്ടത്, പിന്നെ നിങ്ങൾ ഇപ്പോൾ ഇത് അറിയാത്ത ആളുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ബേക്കുള്ള പേപ്പർ ഉണ്ടല്ലോ, ഈ കളർ പേപ്പറിന് നമ്മൾ പശ ഈമലാക്കേണ്ട ആവശ്യമില്ല. പശ ഇങ്ങനെ ഈ പേപ്പർ ഇങ്ങനെ പറിക്കുക. അപ്പം കണ്ടെങ്കിൽ തന്നെ പശ ഉണ്ടാവും. നമ്മൾ പേപ്പർ ഇങ്ങനെ പറിച്ചിട്ട് വെക്കുക. ഇത് അളവിൽ നല്ല വൃത്തിക്ക് കുഴപ്പമില്ല. ഇങ്ങനെ പറിച്ചാൽ നമ്മൾ ഇത്തിരി മുന്നോട്ടാക്കുക. പിന്നെ വേറെ പണി നേരെ അങ്ങ് ചുറ്റുമ്പോൾ എന്താ നമ്മൾ പിന്നെ ഒരു പണിയും വേണ്ട. ഇത്ര സിമ്പിളാണ് ഐറ്റം. നമ്മൾ ചുറ്റും എന്താ ശ്രദ്ധിക്കണം വെച്ചാൽ ചുറ്റുമ്പോൾ അതിൻ്റെ നേർക്ക് തന്നെ എത്തിക്കണം. അല്ലാണ്ട് വളഞ്ഞും തിരിഞ്ഞു പോകരുത്. അപ്പോൾ പെണ്ണിൻ്റെ ഭംഗിയും പോവും, ഉണ്ടാക്കിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ നമ്മൾ അഥവാ ഇതിൻ്റെ ഇവിടെ ആയിട്ടുണ്ട് പിന്നെ മഷി വരില്ല. പിന്നെ പ്ലാൻ ക്ലോസ് കമൻറ്റ് ഇട്ടേക്കാം കേട്ടോ. എനിക്ക് ഇത്രയും കാലമായിട്ട് ആരും കമൻറ്റ് ഇടുന്നില്ല. ഒന്ന് കമൻറ്റ് ഇടാൻ ശ്രദ്ധിക്കുക. ആരും കമൻറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ ഒരു കമൻറ്റ് ഇടണേ. ഒരു ലൈക്കും ഒന്ന് ഇട്ടോ. കമൻറ്റ് എന്തായാലും ഒന്ന് ഇടേ. അപ്പം നമ്മളെ പെണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഇവിടെ മൂടി ആക്കണമെങ്കിൽ വേണേൽ ആക്കാം. ഞാൻ ആക്കുന്നില്ല. മൂടി നല്ല പെണ്ണാണ്. യെല്ലോ ഗ്ലിറ്റർ പേപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല. ഏത് ഗ്ലിറ്റർ പേപ്പർ വേണമെങ്കിലും എടുക്കാം. പെണ്ണ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഗ്ലിറ്റർ പേപ്പർ മെയിനായിട്ട് എടുത്തോന്ന് വെച്ചാൽ പറയാൻ കാരണം, കളർ പേപ്പർ ആകുമ്പോൾ നമ്മളത് ആ നനവ കൈകളിൽ തൊടുമ്പോൾ നമ്മുടെ കൈ നല്ലതാകും. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ പെണ്ണെടുക്കുന്ന ആൾക്കാർക്ക് നല്ല ഉപകാരപ്രദമാണ് ഈ ഒരു ഐഡിയ. ഈ ഷോ അങ്ങനെ. പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണേൽ ചെയ്താൽ മതി കേട്ടോ. ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഇങ്ങനത്തെ ഒരു കാണുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് മൂടിയില്ലെങ്കിൽ ഒരു ഡിസൈൻ അങ്ങാക്കി വെട്ടിയെടുത്ത് നമ്മൾ കളർ ടാപ്പോ അതുകൊണ്ടെങ്കിലും എന്തെങ്കിലും വേണേൽ പൊതിഞ്ഞാൽ മതി. പൊതിയുന്നുണ്ട് കളർ ടാപ്പ് തന്നെ പൊതിയെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഭംഗി അങ്ങ് പോകും. ഞാൻ പൊതിയുന്നത്
ഞാൻ ഈ ടാപ്പ് കൊണ്ടാണ് ഞാൻ പൊതിയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടാപ്പ് കൊണ്ട് പൊതിയാം. നമ്മൾ ടാപ്പ് എടുത്തിട്ടുണ്ട്. കളർ ടാപ്പ് തന്നെ വേണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ വൈറ്റ് സെലോ ടാപ്പെല്ലാം ഉണ്ടാവുമല്ലോ, വൈറ്റ് സെലോ ടാപ്പ് അതിനെ കൊണ്ടെല്ലാം പൊതിയാം. അല്ലെ പൊതി തന്നെ വേണ്ട, ഞാൻ വരുന്നത് പൊതിയില്ല. നമുക്ക് വേണമെങ്കിൽ മൂടി ഇങ്ങനെ ആക്കി കൊടുക്കാം. പക്ഷെ മൂടി ആക്കിയിട്ട് പണിയുണ്ട്, അടുത്ത് ചുറ്റെടുത്തിട്ട് പണിയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കളർ ടാപ്പ് മുറിച്ച് വെച്ച് വലുപ്പത്തിൽ മുറിക്കുക, അഥവാ പശ ഒട്ടിയിട്ടുള്ള പ്ലാൻ ഓഫായി മുറിച്ചു. ഇതിൻ്റെ നിങ്ങൾ ഈ പരക്ക് ഒട്ടിക്കാൻ നിൽക്കല്ലേ, അതെങ്ങനെ ഒട്ടിക്കുക എന്ന് വെച്ച് ചുറ്റിയാണ് ഇത് എന്ന് വെച്ചാൽ അധികം കട്ടിയില്ലാതെ ടാപ്പാണ്. അതിനേക്ക് സംശയമുണ്ട്, നല്ല വൃത്തിയുണ്ട്. ഒട്ടിട്ടില്ലെന്നെ പറയണ്ട കേട്ടോ, ടാപ്പിൻ്റെ കുഴപ്പമാണ്. നമ്മളെ ആയിട്ടുണ്ട്, സാധനം ഇവിടെ ആയിട്ടുണ്ട്. ടാപ്പും ഗ്ലിറ്റർ പേപ്പറും പെന്നിൻ്റെ 3 സാധനം കൊണ്ട് ഇത്രയും നല്ലത് ബ്യൂട്ടിഫുൾ ആൻഡ് യൂസ്ഫുൾ ആയൊരു പെണ്ണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ലൊരു പെണ്ണ് തന്നെയാണ് കേട്ടോ. ഞാൻ വരച്ച് കാണിച്ചതേ, അയച്ചില്ലെന്ന് പറയണ്ട. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തും കൂടി ഇടുകയാണ്. ലൈക്ക് സബ്സ്ക്രൈബ് ഇടുക. പിന്നെ ഞാൻ പറഞ്ഞില്ലാന്ന് പറയണ്ട, കമൻറ്റ് ഒന്ന് ഇടാൻ ശ്രമിക്കുക കേട്ടോ. കമൻറ്റ് ഒന്ന് എല്ലാവരും ഇടുക, എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, കമൻറ്റെങ്കിലും ഒന്ന് ഇടണം കേട്ടോ നിങ്ങൾ. അപ്പോൾ എനിക്ക് ആരും ഇതുവരെയായിട്ട് ലൈക്കൊന്നും ഇട്ടാന്നിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ആരെങ്കിലും ലൈക്കോ സബ്സ്ക്രൈബോ കമൻറ്റോ ഏതെങ്കിലും ഒന്ന് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ക്രാഫ്റ്റിനോട് ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ക്രാഫ്റ്റിനോട് അത്ര ഇഷ്ടമില്ലെങ്കിൽ ഉള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒന്ന് ചെയ്യണേ പ്ലീസ്. ഇനി നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്ത് എൻ്റെ വീഡിയോ ഇനി കൂടി വരുന്നതായിരിക്കും. നമുക്ക് ഇനി പിന്നെ കാണാം. നല്ല യൂസ്ഫുള്ളായ പെന്നാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. സിമ്പിളും കൂടെയാണ്. സ്കൂള് പെന്നോണ്ടിരുന്ന കുട്ടികൾക്കെല്ലാം ഭയങ്കര ഷോർക്കാൻ പറ്റിയൊരു ഐറ്റം കൂടെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോ കാണാം.